Hi everyone, welcome to Neo Home Tuitions. So today we are going to discuss some important questions based on the SSLC syllabus. Okay, that is based on the class 10 syllabus. So I know the exam, you are having the upcoming exam, so I hope that this video will be helpful for you for the examinations. Okay, and I know that you are preparing for examinations, so this PDF will be sure helping you a lot. That is this class. Okay. And before moving on to the class, I wish to share a GK question, which helps you to know more about the outside world too. Okay. Question എന്ന് പറയുന്നത് ഇതാണ്, which gas is used to extinguish fires? I repeat the question, which gas is used to extinguish fires? And the options are oxygen, nitrogen, carbon dioxide and hydrogen. Okay, so I hope that so many of you will be knowing the answer of this question. Anyway, I'm just testing the knowledge of you all. You can just post the answers in the comment sections, and you will be learning a new knowledge if you are having the wrong concept. Okay, നിങ്ങൾ തെറ്റായിട്ടാണ് വിചാരിച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ ശരിയായ ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് കമന്റ്സിൽ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ ക്ലാസ് at the end of the class I will be sharing the answer too. Okay, so we can move on to the questions. ഇതെന്ന് പറയുന്നത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതായത് കുറെ റിപ്പീറ്റഡ് ആയിട്ടുള്ളതും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓവറോൾ എല്ലാ ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് in the figure given below, OABC is a rectangle and its breadth is 3. Write the coordinates of the vertices A and B. Sorry, that is B and C. Right, the coordinates of the vertices B and C. Okay, so here a figure is given, that here a rectangle is given, and the breadth of this rectangle is marked as 3 here, is it? And a point A60 is given here also. Okay, ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് A60 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് B and C എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ആണ്. ക്ലിയർ? സോ ബി ആൻഡ് സി എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബ്രെഡ്ത്ത് 3 ആണെന്ന് തന്നിട്ടുണ്ട്, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലൂ. ഓക്കെ, ബ്രെഡ്ത്ത് 3 ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നതല്ലേ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, ഗ്രാഫിൽ ഈ ഒരു ഹൈറ്റ് ആണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഇത് 3 ആയതുകൊണ്ട് തന്നെ ദ മീനിങ് ഇസ് ദാറ്റ് ഈ സി എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും അത്? ദാറ്റ് വിൽ ബി 3 അല്ലേ? അതെന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് 3 എന്ന് പറയുന്ന നമ്പർ ലൈനിൽ ഇത് 3 ആണ്. ഓക്കെ, സോ ഇത് 3 ആയതുകൊണ്ട് തന്നെ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? എ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? ഈ ഒരു ഭാഗം, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ആൻഡ് ബി എന്ന് പറയുന്ന സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 3 ആണ്. സോ വാട്ട് വിൽ ബി ദ ആൻസർ ഓഫ് ബി എന്ന് പറയുന്നത് 6, 3. ഓക്കെ, 6, 3 ആയിരിക്കും. അതുപോലെ സി എന്ന് പറയുന്നതിന്റെ വേർട്ടെക്സിന്റെ പോയിന്റ് എന്ന് പറയുന്നത് സി എന്തായിരിക്കും? ഇവിടെ ബ്രെഡ്ത്ത് 3 ആയതുകൊണ്ട് ഈ ഒരു പോയിന്റ് സി എന്ന് പറയുന്ന മാർക്ക് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് y ആക്സിസിൽ 3 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും. സോ സി എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? 0, 3 അല്ലെ? x ആക്സിസ് 0 ആയിരിക്കും, y ആക്സിസ് എന്ന് പറയുന്നത് 3 ആണ്. സോ യു വിൽ ബി ഗെറ്റിംഗ് 0, 3 ഹിയർ. ഓക്കെ, I hope that this is clear for you. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് കിട്ടും. നമുക്ക് ബ്രെഡ്ത്ത് 3 ആയതുകൊണ്ടും A60 എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the algebraic form of an arithmetic sequence is 5n plus 3. Then the first sub question is that what is the first form of sequence? First form എന്ന് ഉദ്ദേശിക്കുന്നത് first term. Okay, and the second sub question is that what will be the remainder if the terms of the sequence are divided by 5? Okay, so ഈ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് ഒരു അർത്ഥമെറ്റിക് സീക്വൻസിന്റെ ഫോം ആണ്, അതായത് 5n plus 3 എന്ന് പറയുന്ന ഈ ഒരു ഫോം ആണ് തന്നിട്ടുള്ളത്. ക്ലിയർ? സോ നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ അർത്ഥമെറ്റിക് സീക്വൻസ് ഇസ് 5n plus 3. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്, ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ,
സോ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, n ഈക്വൽ ടു എന്തായിരിക്കും, n ഈക്വൽ ടു 1 ഇട്ട് കൊടുത്ത ഫസ്റ്റ് ടേം കിട്ടിയില്ലേ, അതുപോലെ n ഈക്വൽ ടു 2 ഇട്ട് കൊടുത്ത സെക്കൻഡ് ടേം കിട്ടും. ഒരു സീക്വൻസിൽ അങ്ങനെയല്ലേ നമ്മൾ ടേംസ് കണ്ടുപിടിക്കുന്നത്. സോ n ഈക്വൽ ടു 1 ആണെങ്കിൽ ഫസ്റ്റ് ടേം കിട്ടും, n ഈക്വൽ ടു 2 ആണെങ്കിൽ സെക്കൻഡ് ടേം കിട്ടും, n ഈക്വൽ ടു 3 ആണെങ്കിൽ തേർഡ് ടേം കിട്ടും. if n is equal to 100 ആണെങ്കിൽ 100 ടേം കിട്ടുന്നതായിരിക്കും. സോ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ്. n ന് നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫോമിൽ n ന് 1 ഇട്ട് കൊടുത്താൽ മതി. സോ ഇറ്റ് വിൽ ബി 5 into 1 plus 3 which is equal to 8. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിമൈൻഡർ കണ്ടുപിടിക്കാനാണ്. വാട്ട് ഈസ് ദ റിമൈൻഡർ ഇഫ് ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ആർ ഡിവൈഡഡ് ബൈ 5? അപ്പൊ റിമൈൻഡർ എങ്ങനെ കണ്ടുപിടിക്കുക? ദ റിമൈൻഡർ ഒബ്ടൈൻഡ് വെൻ ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ആർ ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എന്തിട്ട് കൊടുത്താൽ മതി? an എന്ന് പറയുന്നത് നമ്മുടെ സീക്വൻസ് അല്ലേ, അതിന് a0, ഓക്കെ, a0 എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതായത് n ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരുന്നുണ്ട്, ഒരു ഫൈനൽ ആൻസർ കിട്ടില്ല. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ആണ്. സോ 3 ആയിരിക്കും നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ കേസിലും നമുക്ക് കിട്ടുന്നത് 3 ആയിരിക്കും. ഓക്കെ, ഡിവൈഡ് ബൈ 5 നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ടേം നമ്മളോട് കണ്ടുപിടിച്ചിട്ടില്ല 8 എന്ന് പറയുന്നത്. ആ 8 എന്ന് പറയുന്ന നമ്പറിന് 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കൂ. റിമൈൻഡർ എന്താ കിട്ടുന്നത്? 3 അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ ടേംസിനും ഡിവൈഡ് ചെയ്തിട്ട് ഒരേ റിമൈൻഡർ ആണ് കിട്ടുന്നതെന്ന് അറിയുന്നതിന്റെ പകരം ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, തന്നിട്ടുള്ള സീക്വൻസിൽ n ന് 0 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്കൊരു ടേം കിട്ടും. അതായിരിക്കും നമ്മുടെ റിമൈൻഡർ. വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേമിൽ നിങ്ങൾക്ക് a1 ആൻഡ് a2 കണ്ടുപിടിച്ചിട്ട് അതിന് ആ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ റിമൈൻഡർ സെയിം ആണോ നിങ്ങൾക്ക് കിട്ടിയത് തന്നെയാണ് ചെക്ക് ചെയ്താൽ ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ ദ കേസസ്. ഓക്കെ, ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ ദ ടേംസ് ഓഫ് ദ സീക്വൻസ്. ഇങ്ങനെയാണ് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ O is the center of the circle and ABCD are the points on it. ABCD എന്ന് പറയുന്നത് ഒരു പോയിന്റ്സ് ആണ്, അതായത് ആ സർക്കിളിലുള്ള ഒരു പോയിന്റ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. ഇതാ ABCDE എന്ന് പറയുന്നത് പോയിന്റ്സ് ആണ് ആ സർക്കിളിലെ. ഇനി നമുക്ക് ഇവിടെ വേറെ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. Angle EAB is equal to 120 degree, EPD is equal to 100 degree. Then write the measures of, you have to find the measures of angle EDB, ECB and DBC. Okay, ഇത്രയും ആംഗിൾസിന്റെ മെഷേഴ്സ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം എന്ന് പറയുന്നത് നമ്മളൊരു കൺസെപ്റ്റ് എടുക്കാം. നമ്മളിവിടെ ഈ 3 ആംഗിൾസ് കണ്ടുപിടിക്കാൻ 3 കൺസെപ്റ്റ്സ്, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ അല്ലെങ്കിൽ ഒരു സർക്കിൾ വിത്ത് ക്വാഡ്രിലാറ്ററിന്റെ 3 കൺസെപ്റ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ക്വാഡ്രിലാറ്ററിൽ പഠിച്ചിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവാണ്. സോ ABCDE എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ? We are moving on to the solution. So ABCDE എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ക്വാഡ്രിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ആംഗിൾ EDB പ്ലസ് ആംഗിൾ EAB എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ EDB എന്ന് പറയുന്ന ആംഗിളും അതേപോലെ ആംഗിൾ EAB എന്ന് പറയുന്ന ആംഗിളും കൂടി ആഡ് ചെയ്തതിന് 180 കിട്ടും. അത് എന്തുകൊണ്ടാണ് 180 കിട്ടുന്നത്? നമുക്ക് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഇതാണ് EDB എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ AAB എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 120 എന്ന് പറയുന്ന മാർക്ക് ചെയ്താൽ നമുക്ക് ഒരു ഗിവൺ പാർട്ട് ആണ്. ഓക്കെ, ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് EAB എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ആൻഡ് അപ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട്, എന്ത് പഠിച്ചിട്ടുണ്ട് നമ്മൾ? സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി ആണ്. ഓക്കെ, സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ, അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ആംഗിൾ EDB എന്ന് പറയുന്നത് നിങ്ങൾക്ക് 120 ആണ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നമ്മൾ. അപ്പോൾ വി ഹാഡ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് 120 ഫോർ ആംഗിൾ 120 for angle EAB. Angle EAB ആണ് 120 തന്നിട്ടുള്ളത്. So we had substituted the 120 for angle EAB plus EDB is equal to 180 degree. Okay, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ 120 LHS സൈഡിൽ നിന്ന് RHS സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? 180 minus 120 എന്ന് വരും. So 180 minus 120 it is 60 degree. So angle EDB എന്ന് പറയുന്നത് എന്ത് കിട്ടി? 60 degree എന്ന് പറഞ്ഞിട്ട് കിട്ടി. Okay. ഇനി അടുത്തത്, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആംഗിളിന്റെ വാല്യൂസ് നമ്മളോട് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ECB എന്ന് പറയുന്നതിന്റെ വാല്യൂ ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ABCE എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, സോ ABC എന്ന് പറയുന്നത് ഇതേപോലെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തന്നെയാണ്. സോ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് തന്നെ എന്താണ്?
ABC എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതേ പ്രോപ്പർട്ടി യൂസ് ചെയ്യാവുന്നതാണ്. അതായത് സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ് 180 ഡിഗ്രി ആണ്. സോ ആംഗിൾ EAB പ്ലസ് ആംഗിൾ ECB എന്ന് പറയുന്ന ആംഗിളും EAB എന്ന് പറയുന്ന ആംഗിളും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 180 ഡിഗ്രി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ECB എന്ന് പറയുന്ന ആംഗിള്. സോ ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രി കിട്ടുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിൽ EAB എന്ന് പറയുന്ന 120 തന്നിട്ടുള്ള പാർട്ടാണ്. ഇറ്റ് ഈസ് എ ഗിവൺ പാർട്ട്. സോ 120 ഡിഗ്രി പ്ലസ് ആംഗിൾ ECB എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. So if you are moving the 120 degree from LHS side to RHS side ലോട്ട് കൊണ്ടുപോകുമ്പോൾ it will be 180 minus 120 degree and ECB, therefore ECB is equal to 60 degree. ഓക്കെ, അങ്ങനെ നമ്മൾ സെക്കൻഡ് ആംഗിൾ കണ്ടുപിടിക്കേണ്ട സെക്കൻഡ് ആംഗിൾ നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആംഗിൾ DBC എന്ന് പറയുന്നതിന്റെ വാല്യൂ ആണ്. സോ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് ആംഗിൾ DBC എന്ന് പറയുന്നതാണ്. സോ ഇൻ ട്രയാങ്കിൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ BPE അല്ല. ഓക്കെ, ഇവിടെ ഒരു BPC ആണ് വരുന്നത്. ഞാൻ E എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതൊരു മിസ്റ്റേക്ക് ആണ്. സോ BPC is equal to ആംഗിൾ